അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ പോലും മറ്റുള്ള ആളുകളോട് അവിടെ ഹക്ക് വീടാതെ കിടക്കുന്ന തിന്മകളാണ് ഈ പറയുന്ന തിന്മകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി അടുത്തത് പറയുന്നത് ഖത്ലുൻ നഫ്സ്, കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ തിന്മയുടെ അപകടവും അതിന്റെ വിഷയങ്ങളുമാണ്. അതിനു മുമ്പായി പറയുന്നത് അദ്ദുൽം, കൊലപാതകം എന്ന് പറഞ്ഞാലും അതിനുശേഷം വരുന്ന വ്യഭിചാരം പോലെ തിന്മകളാണെങ്കിലും അത് ദുൽമാണ്, അക്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിൽ നിലനിർത്താൻ കൽപ്പിച്ചിട്ടുള്ളത് ഖിസ്താണ്, നീതിപൂർവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ നീതിക്കെതിരായിട്ട് സംഭവിക്കുന്ന ഈ തിന്മകൾ അത് എല്ലാം ദുൽമിന്റെ ഇനത്തിലാണ് പെടുക, അക്രമം, അതിര് കവിയുക എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അക്ബറുൽ കബായിർ, പാപങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള പാപങ്ങളായാണ് അള്ളാഹു അതിനെ പരിഗണിച്ചിട്ടുള്ളത്. ഇനി കൊലപാതകം പോലെയുള്ള തിന്മകൾ തന്നെ അത് ചെയ്യുന്ന അളവിലും ആരെയാണ് കൊലപ്പെടുത്തുന്നത് എന്നതിലും അതുപോലെയുള്ള മറ്റു പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ ഗൗരവവും ആഴവും വ്യത്യാസപ്പെടും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വകാന ഖത്ലുൽ ഇൻസാനി വലദഹു الطفل الصغير الذي لا ذنب له. ഒരാൾ അവന്റെ ചെറിയൊരു കുട്ടിയെ, ഒരു തെറ്റുമില്ലാത്ത അവന്റെ കുട്ടിയെ കൊല്ലുക എന്നുള്ളത് അത് വളരെ വലിയ കുറ്റമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മാതാപിതാക്കളുടെ ഉള്ളിലും എന്ത് വെച്ചിട്ടുണ്ട്? കുട്ടികളോടുള്ള ഒരു കൃപയും കാരുണ്യവും എല്ലാം പ്രകൃതിയാ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവൻ അവന്റെ കുട്ടിയെ കൊല്ലുന്നു എങ്കിൽ അത് മറ്റൊരു കൊലപാതകത്തിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഹദീസിൽ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ എതിരായിട്ടുള്ള കാര്യവും, ഒരു കുട്ടി അവൻ കടമപ്പെട്ടിട്ടുള്ള, അവൻ ഇവിടെ ജനിക്കാൻ കാരണമായിട്ടുള്ള അവന്റെ മാതാപിതാക്കളെ, ഉമ്മയെയോ ഉപ്പയെയോ കൊല്ലുക എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ കൊലപാതകം എന്നുള്ള തിന്മ അത് ചെയ്യുന്ന സന്ദർഭം, ആരെയാണ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലെല്ലാം എല്ലാ തിന്മകൾ പോലെയും വ്യത്യസ്തപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ സൂചിപ്പിച്ചതായി ഇബ്നു ഖയ്യിം പറയുന്നത്, വലിഹാദ കാന അശദ്ദൻ നാസി അദാബൻ യൗമൽ ഖിയാമ മൻ ഖതല നബിയ്യൻ ഔ ഖതലഹു നബിയ്യുൻ. നാളെ പരലോകത്ത് ഗൗരവമേറിയ ശിക്ഷ ലഭിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഒരു നബിയെ കൊന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള ഒരു നബിയെ കൊന്നവനോ അല്ലെങ്കിൽ ഒരു നബി കൊന്നവനാണ്. നബി ഒരാളെ കൊല്ലുകയാണ്, യുദ്ധത്തിലോ മറ്റോ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൻ ഖാതല ഇമാമൻ ഔ ആലിമൻ യഅ്മുറു الناس بالقسط ويدعوهم الى الله وينصحهم في دينهم. അതുപോലെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ആലിമ് അല്ലെങ്കിൽ ഒരു ഇമാമ്, ആളുകൾക്ക് നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന പോലെയുള്ള ആളുകൾ, അവരെ കൊല്ലുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വഖദ് ജഅല അല്ലാഹു സുബ്ഹാനഹു ജസാഅ ഖത്ലിൻ നഫ്സിൽ മുഅ്മിന അംദൻ അൽ ഖുലൂദ ഫിന്നാർ. വേണമെന്ന് വെച്ചിട്ട് ഒരു മുഅ്മിനെ കൊന്നാൽ അത് നരകത്തിൽ ശാശ്വതമാകുന്ന കുറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നരകത്തിൽ ഖുലൂദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റു ആയത്തുകളുടെയും ദീനിന്റെ അസ്ലുകളുടെയും അടിസ്ഥാനത്തിൽ ഖുലൂദ് ആർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? ശിർക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഖുലൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഖുർആനിൽ ആയത്തുണ്ട്, അവിടെ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്ര ഗൗരവമുള്ള, നരകത്തിൽ ശാശ്വതമായി കിടക്കാവുന്ന അത്ര ഗൗരവമുള്ള തിന്മയാണ് ചെയ്തത് എന്നാണ്. അങ്ങനെയാണ് ആയത്തുകളെ നമ്മൾ ജമ ചെയ്തിട്ടുള്ളത്, ഉലമാക്കൾ ജമ ചെയ്തിട്ടുള്ളത്. അതായത് ഒരാളെ കൊന്നാൽ അവിടെ ഖുലൂദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന എന്താണ്? അത്ര ഗൗരവമായിട്ടുള്ള തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വളരെയധികം കോപം അവനോട് ഉണ്ടായിരിക്കും.
ഇനി ഉലമാക്കൾക്കിടയിൽ ഈ വിഷയത്തിലുള്ള ചില മസ്അലകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ചുരുങ്ങിയ രീതിയിൽ അത് പറയാണ്. ഒന്ന്, തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊലപാതകിയുടെ മേലെയുള്ള കുറ്റം ഒഴിവായി കിട്ടുമെന്നുള്ളത്. അതായത് ബാക്കിയുള്ള തിന്മകളെ പോലെയല്ല, സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന തിന്മ പോലെയല്ല കൊലപാതകം. വേറൊരാൾ എന്ത് ചെയ്യാണ്? കൊന്നിരിക്കുകയാണ്. അവനോടുള്ള ഹക്ക് അവിടെ ഇതായിരിക്കുകയാണ്. അപ്പൊ ഇവൻ തൗബ ചെയ്ത് മടങ്ങി എന്നതുകൊണ്ട് അത് ഒഴിവാകുമോ എന്നുള്ളത് എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു കൂടുതൽ ശരിയായി മനസ്സിലാകുന്നു ഒഴിവാകില്ല എന്നാണ്. കാരണം അവൻ വേറൊരാളോട് ചെയ്തിട്ടുള്ള കുറ്റം അവിടെ കിടക്കുന്നുണ്ട്. അവൻ അള്ളാഹുവിനോടുള്ള അവന്റെ കുറ്റം ഒഴിവായി കിട്ടിയാലും അവൻ കാരണത്താൽ കൊല്ലപ്പെട്ട നഫ്സിന്റെ അതിനോടുള്ള ഹക്ക് അവൻ വീട്ടിയിട്ടില്ല. അതുപോലെ ഇസ്ലാമിൽ എന്തുണ്ട്? ഈ കൊല്ലപ്പെട്ടവന്റെ വലിയ കുടുംബം അവർക്ക് എന്ത് നൽകണം? ബ്ലഡ് മണി. അവർക്ക് അവരാവശ്യപ്പെടുന്ന പണം നൽകേണ്ടതുണ്ട്. അവർ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ തിരിച്ചു കൊല്ലുന്നില്ല എങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഒഴിവായി കിട്ടുമോ? അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ വിഷയങ്ങൾ, ഈ തൗബയും ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം പറഞ്ഞിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത് ആ മസലയുടെ ആകത്തുക അർത്ഥം എന്ന് പറഞ്ഞാൽ അന്നൽ ഖത്ല യതഅല്ലഖു ബിഹി സലാസത ഹുഖൂഖ്. ഒരു കൊലപാതകം കൊണ്ട് അവിടെ മുറിക്കപ്പെടുന്നത് 3 അവകാശങ്ങളാണ്. ഹഖ്ഖുൽ ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഹക്ക്. 2, വഹഖ്ഖുൽ ലിൽ മഖ്തൂൽ, കൊല്ലപ്പെട്ടവനോടുള്ള ഹക്ക്. വഹഖ്ഖുൽ ലിൽ വലി, ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിനോടുള്ള ഹക്ക്. ആ കൊല്ലപ്പെട്ടവൻ ഒന്നെങ്കിൽ ഒരാളുടെ മകനോ വാപ്പയോ ഭർത്താവോ സഹോദരനോ എല്ലാം ആയിരിക്കുമല്ലോ. ആ 3 ഹക്കുകൾ അവിടെ ഉണ്ട്. فإذا سلم القاتل نفسه طوعا واختيارا إلى الولي ندبا على ما فعل وخوفا من الله وتوبة نصوحا سقط حق الله بالتوبة وحق الولي بالاستيفاء أو الصلح أو العفو. അപ്പോൾ ഒരാളെ കൊന്നു, ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബം അവന്റെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവന്റെ വലിയ ആ കൊലപാതകത്തിന് പകരമായിട്ട് അവൻ പണം നൽകിയാൽ മതി, അവനെ ഒഴിവാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങി, ഇവൻ ആ പണം കൊടുത്തു. അങ്ങനെ ആവുമ്പോ അള്ളാഹുവിനോടുള്ള ബാധ്യത അവിടെ വീട്ടിയിട്ടുണ്ട്, ഇവൻ കൊന്ന ആളുടെ വലിയനോടുള്ള ബാധ്യത വീട്ടിട്ടുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ടവനോടുള്ള ഹക്ക് അവിടെ വീട്ടിയിട്ടില്ല, അവനോടുള്ള ഹക്ക് അവിടെ വീട്ടപ്പെടുന്നില്ല. തൗബ ചെയ്ത് മടങ്ങിയ നല്ല രീതിയിൽ ജീവിക്കുന്ന അടിമയാണെങ്കിലും കൊല്ലപ്പെട്ടവനോടുള്ള ഹക്ക് നാളെ പരലോകത്ത് അല്ലാഹു തആല ചോദിക്കും. വയുസ്ലിഹു ബൈനഹു വബൈന, ആ 2 ആളുകൾ കൊല്ലപ്പെട്ടവന്റെയും കൊന്നവന്റെയും ഇടയിൽ അല്ലാഹു അവിടെ നടപ്പിലാക്കും. ഫലാ യബ്തുൽ ഹഖ്ഖു ഹാദാ വലാ തബ്തുൽ തൗബതു ഹാദാ, ആ കൊല്ലപ്പെട്ടവന്റെ ഹക്ക് അവിടെ ഒഴിവാക്കി കൊടുക്കൂല, അത് അവന് കൊടുക്കും. ഇവന്റെ തൗബയെ വില കുറച്ച് കാണൂല, അതും അള്ളാഹു പരിഗണിക്കും. അള്ളാഹു നാളെ പരലോകത്ത് 2 പേരുടെയും ഇടയിൽ നീതിപൂർവ്വം വിധി നടപ്പിലാക്കുന്നതാണ്. അപ്പോൾ വലിയ ഗൗരവമുള്ള തിന്മയാണ് കൊലപാതകം, വ്യഭിചാരം പോലെ. ഇതൊക്കെ നമ്മുടെ അള്ളാഹിനോടുള്ള ഹക്ക് മാത്രം വീട്ടിയാൽ മതിയാവൂല, മറ്റുള്ള ആളുകളോടുള്ള ഹക്ക് കൂടി ഉണ്ടാവും. അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ പോലും മറ്റുള്ള ആളുകളോട് അവിടെ ഹക്ക് വീടാതെ കിടക്കുന്ന തിന്മകളാണ് ഈ പറയുന്ന തിന്മകൾ. അതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം പറയുന്നത്. ഇനി ചില ഈ സമ്പത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മസലകളുണ്ട്, നമ്മൾ വായിക്കുന്നില്ല, കുറച്ച് ആഴത്തിലുള്ള ചർച്ച ആയതുകൊണ്ട്. അടുത്തത് പറയുന്നത് ഇത്ര ഗൗരവമുള്ള ഒരു തിന്മയാണ് കൊലപാതകം എന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, മിൻ അജ്ലി ദാലിക് കതബ്നാ അലാ ബനി ഇസ്രായീൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ബനൂ ഇസ്രായേലുകളുടെ മേലെ നാം രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യമാണ്, ഒരാളെ കൊല്ലുകയാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഹക്കല്ലാത്ത രീതിയിൽ കൊല്ലുകയാണെങ്കിൽ അവൻ എല്ലാ മനുഷ്യരെയും കൊന്നവന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള താക്കീതായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. പക്ഷെ ചില ആളുകൾ ഈ ആയത്തിനെ തെറ്റിദ്ധരിക്കാറുണ്ട്, അതാണ് പറയുന്നത് അടുത്തത്. വഖദ് അഷ്കല ഫഹ്മു ഹാദാ അലാ കസീരിൻ മിനൻ നാസ്, അതേ ആളുകളും ഈ ആയത്തിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. വഖാലു, അവർ പറയും, മഅലൂമുൻ അന്ന ഇസ്മ ഖാതിലി മിഅത്തിൻ അഅ്ളമു ഇൻദല്ലാഹി മിൻ ഇസ്മി ഖാതിലി നഫ്സിൻ വാഹിദ വഇന്നമാ ഉതൂ മിൻ ظنهم അന്ന التشبيه في مقدار الإثم والعقوبة واللفظ لم يدل على هذا. ഇവിടെ ഈ ആയത്ത് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിച്ചു പോകുന്നത് ഇവിടെ ഒരാളെ കൊന്നവനും ആ 100 ആളെ കൊന്നവനും ഒരേപോലെ ശിക്ഷ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരേപോലെ ആ ഉഖൂബത്ത് ഉണ്ടാകുന്നതാണ് ഇവിടെ ഉദ്ദേശം എന്ന് അവർ വിചാരിച്ചു പോകാറുണ്ട്. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശം. ഒരാളെ കൊന്നാലും 100 ആളെ കൊന്നവനും ഒരേപോലെ ശിക്ഷ ലഭിക്കും എന്നതാണ് ഈ ആയത്ത് കൊണ്ടുള്ള അർത്ഥം എന്ന് ചിലര് വിചാരിക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് അതല്ല ഉദ്ദേശം. അള്ളാഹു സാമ്യപ്പെടുത്തിയത് ആ അർത്ഥത്തിലല്ല.
അള്ളാഹു അതിന്റെ ഗൗരവം അറിയിക്കാനാണ്. ഏതുപോലെ അള്ളാഹു തആല സൂറത്തു നാസിയാത്തിൽ പറഞ്ഞിട്ടുണ്ട്, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. ദുനിയാവിലുള്ള ജീവിതം അവർ പരലോകത്ത് വെച്ച് കാണുമ്പോൾ അവർക്ക് തോന്നും ഒരു വൈകുന്നേരമോ മറ്റോ ഞങ്ങൾ താമസിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. അവർ ദുനിയാവിൽ ഒരു ആയുസ്സുകാലം ജീവിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെയെന്ന് തോന്നിപ്പോകും. ഒരു കമ്പാരിസണാണ്. അതുപോലെ തന്നെ മറ്റ് ഹദീസുകൾ കാണാം, മൻ സ്വല്ലൽ ഇശാഅ ഫി ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ഒരാൾ ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവർ രാത്രിയുടെ പകുതി മുഴുവൻ നിസ്കരിച്ചവരെ പോലെയാണ്. വമൻ സ്വല്ല അൽ ഫജ്റ ഫി ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ അൽ ലൈല കുല്ലഹു. ഫജ്ർ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചവനെ പോലെയാണ്. അപ്പൊ ഈ പോലെ എന്നുകൊണ്ട് ഉദ്ദേശം രാത്രി നിസ്കരിച്ചവന്റെ അതേ ദർജയിൽ ഈ ഫജ്റും ഇശാവും ജമാഅത്തായി നിസ്കരിച്ച് ബാക്കി കടന്നുറങ്ങിയവൻ എത്തിയതാണോ? അല്ല. ഫജ്റും ഇശാവും ജമാഅത്തായി ഒരുത്തൻ നിസ്കരിച്ചു, രാത്രി വേറൊന്നും നിസ്കരിച്ചില്ല, അവൻ കടന്നുറങ്ങി. എന്നാൽ വേറൊരാൾ ഫജ്റും ഇശാവും ജമാഅത്തായി നിസ്കരിക്കുകയും രാത്രിയിൽ വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്തു. ഈ രണ്ടും ഒരുപോലെയാണ് എന്നാണ് അതിന്റെ അർത്ഥം? അല്ല. അതിന്റെ സ്ഥാനവും പദവിയും കൊണ്ട് അത്ര മഹത്വമുള്ള കാര്യമാണ് എന്നറിയിക്കാനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ ഒരാളെ കൊന്നാൽ ജനങ്ങളെ മൊത്തം കൊന്നവനാണ് എന്നുള്ളത് ഒരിക്കലും അവർ ഒരേ ശിക്ഷ അനുഭവിക്കുന്നവരാണ് എന്നല്ല അർത്ഥം. ആ കുറ്റത്തിന്റെ ഗൗരവം അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏത് രീതിയിലാണ് അവർ ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരാളെ കൊന്നവൻ എല്ലാവരെയും കൊന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഒന്ന്, ഒരാളെ കൊന്നാലും 100 ആളെ കൊന്നാലും അവൻ അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മ ചെയ്തവനാണ്, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്നവനാണ്, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്നവനാണ്. ആ അർത്ഥത്തിലാണ്. രണ്ടുപേരും ഒരാളെ കൊന്നാലും 100 ആളെ കൊന്നാലും അവര് രക്തം ചീന്തി എന്ന വിഷയത്തിൽ അവര് ഒരേ കുറ്റക്കാരാണ്. അതുപോലെ തന്നെ അവര് ഹക്ക് മുറിച്ചു കളഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ കൊലപാതകി ഒരാളെ കൊന്നവനാണെങ്കിലും 100 ആളെ കൊന്നവനാണെങ്കിലും അവൻ കൊലപാതകിയാണ്, തെമ്മാടിയാണ് എന്നീ അർത്ഥത്തിൽ അറിയപ്പെടുന്നു. ആ അർത്ഥത്തിൽ എന്താണ്? അവര് ഒരേപോലെയാണെന്ന് അർത്ഥം. അതുപോലെ മറ്റൊരു ഉദാഹരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം പോലെയാണ്. പരസ്പരം കാരുണ്യം കാണിക്കേണ്ട, ഒരവയവത്തിന് എന്തെങ്കിലും ബാധിച്ചാൽ മറ്റുള്ള അവയവങ്ങൾ ക്ഷീണിക്കുന്നത്. അതുപോലെ ഒരു മുഅ്മിനെ കൊന്നു കഴിഞ്ഞാൽ മറ്റു മുഅ്മിനീങ്ങൾക്കും അതിന്റെ ദുഃഖവും വിഷമവും ബാധിക്കുന്ന അർത്ഥം. ഈ അർത്ഥത്തിലെല്ലാമാണ് ഈ ആയത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. ചുരുക്കം പറഞ്ഞാൽ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള സാമ്യത ശിക്ഷ ഒരുപോലെ ഉണ്ടാവും എന്നുള്ളതല്ല, ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം ഒരുപോലെയാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കൊലപാതകത്തിന്റെ ഗൗരവം അറിയിക്കുന്ന മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖ്തുലു നഫ്സുൻ ദുൽമൻ ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ കാന അലാ ഇബ്നി ആദം അൽ-അവ്വൽ കിഫ്ലുൻ മിൻ ദമിഹാ ലിഅന്നഹു അവ്വലു മൻ സന്ന അൽ-ഖത്ൽ. ഒരു മനുഷ്യൻ ഒരു ഹഖല്ലാത്ത രീതിയിൽ വേറൊരാളെ കൊല്ലുകയാണെങ്കിൽ ആ ഓരോ കൊലപാതകത്തിനും ഈ ഭൂമിയിൽ ആദ്യമായി കൊലപാതകം നടത്തിയ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മകന് അതിന്റെ ഒരു ഭാഗം ഉണ്ടായിരിക്കും, അതിന്റെ ഒരു കുറ്റം ഉണ്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറെ തിന്മകൾക്കൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വ്യഭിചാരത്തിനോ അല്ലെങ്കിൽ കട്ടെടുക്കുന്നതിനോ മദ്യപിക്കുന്നതിനോ അത് തുടങ്ങിയ ആൾക്ക് ഈ കുറ്റത്തിന്റെ ഒരു ഭാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ചില കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ജസീറത്തുൽ അറബിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം തൗഹീദിലായിരുന്ന ആ നാട്ടിൽ പിന്നീട് ശിർക്ക് തുടങ്ങിയ അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇ, അദ്ദേഹമാണ് ഷാമിന്ന് വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് കഅബയിൽ പിന്നീട് വിഗ്രഹം വെച്ച് ശിർക്ക് തുടങ്ങുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായ ശിക്ഷ ആ വ്യക്തിക്ക്, അയാൾക്ക് പിന്നെ ഗൗരവമേറിയ ശിക്ഷ നരകത്തിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ കൊലപാതകത്തെ പോലെ ഇത്ര ഗൗരവത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. അപ്പൊ ഗൗരവമുള്ള ഒരു കുറ്റമാണ്. അതായത് ഒരു കുറ്റം തുടങ്ങിയിട്ട് അതിന്റെ അനന്തരമെല്ലാം കിട്ടുന്ന ഒരു കുറ്റമായിട്ട് കൊലപാതകം പറഞ്ഞിട്ടുണ്ട് എന്നത് ഗൗരവമായി മനസ്സിലാക്കണം. ഇനി വേറൊരാൾ ഇപ്പോൾ നമ്മൾ തിന്മ ആരംഭിച്ച് അതിനെ പിന്തുടർന്നാലും അതിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു തിന്മ, നമ്മൾ ഒരു നാട്ടിൽ ഒരു തിന്മ നമ്മളായിട്ട് ചെയ്തു തുടങ്ങാൻ വിചാരിക്കുക, അത് കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ ചെയ്താൽ ആ കാണിച്ചു കൊടുത്തതിനുള്ള കുറ്റം നമുക്ക് കിട്ടും. പക്ഷെ കൊലപാതകത്തിന് ആദ്യം മുതലുള്ള കുറ്റമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ പരലോകത്ത് കൊല്ലപ്പെട്ടവൻ തന്നെ കൊന്നവനോടുള്ള പകരം ചോദിച്ചുകൊണ്ട് വരുമെന്ന് അറിയിക്കുന്ന ഹദീസുകളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യജീഉൽ മഖ്തൂലു ബിൽ ഖാതിൽ യൗമൽ ഖിയാമ. കൊല്ലപ്പെട്ടവൻ തന്നെ കൊന്നവനെയും കൊണ്ട് നാളെ പരലോകത്ത് വരും.
നാസിയതുഹു വറഅസുഹു ബിയദിഹി, അവന്റെ തലയിൽ പിടിച്ചുകൊണ്ട്, വഔദാജുഹു തശ്ഖുബു ദമൻ, അവന്റെ കണ്ടനാടി പൊട്ടി രക്തമൊഴുകുന്നുണ്ടാവും കൊന്നവന്റെ. വയഖൂൽ, എന്നിട്ട് പറയും, യാ റബ്ബ്, റബ്ബേ, സൽ ഹാദാ ഫീമ ഖതൽനി ഫീമ ഖതലനി, അല്ലാഹ് അവനോട് ചോദിക്ക് എന്തിനാ അവനെ കൊന്ന്, ഇവനോട് ചോദിക്ക് എന്തിനാണ് എന്നെ കൊന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി പറയും. കാരണം അത്ര വലിയ, കാരണം വേറൊരാളുടെ ഒരു വലിയ ഹക്കിനാണ് അവിടെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല സൂറത്തുൽ നിസായിൽ പറഞ്ഞത്, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ, ആരെങ്കിലും ഒരു മുഅ്മിനെ വേണമെന്ന് വെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവന് നരകാണ്. അവിടെ ഖാലിദൻ ഫീഹാ, ശാശ്വതം എന്ന ഉദ്ദേശം ശിർക്കിനെ പോലെ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നല്ല, അത്രയും ഗൗരവമുള്ള തെറ്റാണ് അയാൾ ചെയ്തിട്ടുള്ളത്. ഒരു മുഅ്മിന്റെ ഹുർമത്ത് വളരെ വലുതാണ്. കൊല്ലുന്നത് പോയിട്ട് ആ മുഅ്മിന്റെ ഹുർമത്ത് വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ തന്നെ ഗൗരവമുള്ള കുറ്റമാണ്. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയിലേക്ക് ഇങ്ങനെ നോക്കി, കഅബയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മാ അഅ്ദമികി വഅഅ്ലമ ഹുർമതക്, എന്ത് മഹത്തരമാണ് നിന്റെ ഹുർമത്ത്, നിന്റെ പവിത്രത. വൽ മുഅ്മിനു ഇൻദല്ലാഹി അഅ്ലമു ഹുർമതൻ മിൻക, എന്നാൽ ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കുള്ള ഹുർമത്തിനേക്കാൾ വലിയ ഹുർമത്തുള്ളവനാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റ് ഹദീസുകളിൽ നാളെ ആദ്യമായിട്ട് അള്ളാഹു ചോദ്യം ചെയ്യുന്നത് രക്തം ചീന്തിയ വിഷയത്തിലായിരിക്കും. വേറൊരു ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യൻതുനു മിനൽ ഇൻസാനി ബത്നുഹു, മനുഷ്യന്റെ ആദ്യം നശിക്കുന്ന സാധനം വയറായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞു തുടങ്ങുന്നതിൽ ആദ്യം വയറായിരിക്കും. ഫമൻ ഇസ്തതാഅ മിൻകും അല്ലാ യഅകുല ഇല്ലാ ത്വയ്യിബൻ ഫലിയഫ്അൽ, ഹലാലും തൊയ്യുമായതല്ലാതെ ഭക്ഷിക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അത് മാത്രം ഭക്ഷിക്കാൻ കഴിയും, അവൻ അങ്ങനെ ചെയ്യണം, അതാണ് ഭക്ഷിക്കേണ്ടത്. വമൻ ഇസ്തതാഅ അല്ലാ യഹൂല ബൈനഹു വബൈനൽ ജന്ന മിൽഉ കഫ്ഫി ഇബ്നി ആദം അഹ്റാഖഹു ഫലിയഫ്അൽ, ഒരു മനുഷ്യനും സ്വർഗത്തിന്റെയും ഇടയിൽ അവൻ ഒരു മുഅ്മിന്റെ രക്തം ചീന്തിക്കഴിഞ്ഞാൽ, ഒരു കൈപ്പത്തിയോളം രക്തം ചീന്തിക്കഴിഞ്ഞാൽ അത് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ തടസ്സമായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇതുപോലെ ധാരാളം ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഒരു മുസ്ലിമിനെ വധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ വേറെ ഹദീസാണ്, സിബാബുൽ മുസ്ലിം ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കൽ ഫുസൂഖാണ്, വഖിതാലുഹു കുഫ്റുൻ, അവനേറ്റ് ഏറ്റുമുട്ടൽ അത് കുഫറാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം. അപ്പൊ ഒരു മുഅ്മിനിനെ വേണമെന്നുകൊണ്ട് കൊല്ലുക എന്നുള്ളത് വളരെ വലിയ അക്രമവും, അത് നാളെ ദുനിയാവിൽ തൗബ ചെയ്ത് മടങ്ങിയാൽ പോലും കൊല്ലപ്പെട്ടവനോട് നാളെ പരലോകത്ത് ഹക്ക് വീട്ടി കൊടുക്കേണ്ടി വരുന്ന ഒരു തെറ്റുമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദുനിയാവിലെ ഹദ് എന്താണ്? ഒരാളെ വേടച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ അവനെന്താവും? അവനെ തിരിച്ചു കൊല്ലും. ഇനി ഒരു മുഅ്മിന് പോട്ടെ, ഒരു കാഫിർ, ഒരു മുസ്ലിമിനേറ്റ് ഒരു നാട്ടിൽ കരാറിലായി ജീവിക്കുന്ന ഒരു കാഫിർ ഉണ്ട് വിചാരിക്കുക, മുആഹിദുകൾ പറയും, അല്ലെങ്കിൽ അഹ്ലു ദിമ്മികൾ എന്ന് പറയും. അവരുണ്ടെങ്കിൽ അവരിൽ ഒരാളെ കൊന്ന അവര് ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, മൻ ഖതല മുആഹിദൻ ലം യുരിഹ് റായിഹത്തൽ ജന്ന ഫഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി 40 ആമൻ. മുസ്ലിങ്ങളുമായിട്ട് കരാറിലായിട്ട് നാട്ടിൽ ജീവിക്കുന്ന ഒരു കാഫിറിനെ കൊന്നാൽ അവന് സ്വർഗത്തിന്റെ ഗന്ധം അടിക്കില്ല. സ്വർഗത്തിന്റെ ഗന്ധം 40 വർഷത്തോളം ദൂരത്തേക്ക് ഉണ്ടാകുന്നതാണ്. അത്ര ഗൗരവമുള്ള കാര്യമാണ് കൊലപാതകം എന്നുള്ളത്. ഇന്ന് നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടൊരു കാര്യമാണ്. ആരെ കൊല്ലണെന്ന് അറിയില്ല, എന്തിനാ കൊന്നെന്ന് അറിയില്ല, മരിച്ചവനറിയില്ല എന്തിനാ കൊന്നെന്ന്, കൊന്നോനറിയില്ല എന്തിനാ കൊന്നെന്ന്, സ്വന്തം മക്കളെ വരെ കൊല്ലുന്ന, മാതാപിതാക്കളെയും കൊല്ലുന്ന, സഹോദരന്മാരെയും കൊല്ലുന്ന, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു. അങ്ങനെ ധാരാളം വാർത്തകൾ നമ്മളൊരു ദിവസം വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഗൗരവമേറിയ ഒരു തെറ്റാണ് എന്ന്, അതിന്റെ ഗൗരവം നമ്മൾ അത്രത്തോളം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അടുത്തത് പറയുന്നത് മഫ്സദത്തു സിന മിൻ അഅ്ളമിൽ മഫാസിദ്, വ്യഭിചാരത്തിൽ കൊണ്ടുള്ള മഫ്സദുകൾ. കൊലപാതകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും ഗൗരവമുള്ള തിന്മയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വ്യഭിചാരം എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വലമ്മാ കാനത് മഫ്സദത്തു സിന മിൻ അഅ്ളമിൽ മഫാസിദ് വഹിയ മുനാഫിയത്തുൻ ലിമസ്ലഹത്തി നിളാമിൽ ആലം ഫി ഹിഫ്ളിൽ അൻസാബ്. വ്യഭിചാരം ഇത്ര വലിയ കുറ്റമുള്ള കാരണം അതൊരു സംഹിതയാണ്. അത് നശിപ്പിക്കുന്നത്, വ്യഭിചാരം നശിപ്പിക്കുന്നത് ഒരു സംഹിതയാണ്. ഏത് സംഹിതയെ? ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരാളുടെ അനന്തര തലമുറയെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വഹിമായത്തിൽ ഫുറൂജ്, ഓരോ ആളുടെയും ഗുഹ്യസ്ഥാനങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത് അവിടെ നശിക്കപ്പെടുകയാണ്. വസിയാനത്തുൽ ഹുറുമാത്ത്, ഓരോന്നിന്റെയും ഹുറുമത്തുകൾ നശിപ്പിക്കപ്പെടുന്ന.
ജനങ്ങൾക്കിടയിൽ വലിയ ശത്രുതയും പകയും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലൊരാൾ അവന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ മറ്റൊരു സഹോദരന്റെ ഭാര്യയെ ഫസാദിലാക്കുന്നു, അല്ലെങ്കിൽ വ്യഭിചാരത്തിലാകുന്നു. അല്ലെങ്കിൽ വേറെ ആളുടെ മകളെ, സഹോദരിയെ, അല്ലെങ്കിൽ മാതാവിനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഈ ഒരു ഫസാദിലാക്കുന്ന കാര്യമാണത്. ഇന്ന് വളരെയധികം വ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആളുകൾക്ക് ഇതൊരു തെറ്റായിട്ട് തന്നെ തോന്നുന്നില്ല. വ്യഭിചാരം എന്നുള്ളത് ഒരു തിന്മയല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. ഭൂമിയെ നശിപ്പിച്ച് കളയുന്ന തിന്മയാണത്. كانت تلي مفسدة القتل في الكبر ولهذا قارنها الله سبحانه بها في كتابه ورسوله في سنته كما تقدم. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ശിർക്കിനും കൊലപാതകത്തിനും ശേഷം ഏറ്റവും വലിയ ഗൗരവമുള്ള തിന്മ അത് വ്യഭിചാരമാണ്. ഇമാം അഹ്മദ് പറഞ്ഞ പോലെ ലാ അലം ബഅദ ഖത്ലി النفس شيئا اعظم من الزنا. കൊലപാതകത്തിന് ശേഷം വ്യഭിചാരത്തിനേക്കാൾ വലിയൊരു തിന്മ എനിക്കറിയില്ല. സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. കൊലപാതകം നടത്താത്തവരും വ്യഭിചാരിക്കാത്തവരുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശിർക്ക് കഴിഞ്ഞാൽ കൊലപാതകത്തെയും വ്യഭിചാരത്തെയും ഒരുമിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കുറ്റം ഇരട്ടി ഇരട്ടിയായി വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞു, വലാ തഖറബുസ് സിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അതൊരു മ്ലേച്ഛതയാണ്, മോശമായിട്ടുള്ള മാർഗവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്ര അധികം മോശപ്പെട്ട ഒരു കാര്യമായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾക്കിടയിൽ പോലും, ചില മൃഗങ്ങളുടെ വിഭാഗങ്ങളിൽ പോലും അതിന്റെ ഫുഹ്ശത്തുകൾ അത്ര പ്രകടമായിരുന്നു എന്ന് കാണാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു അസറിൽ കാണാം, അംർ ബിൻ മൈമൂൻ അൽ ഔദി, അദ്ദേഹം പറയാണ്, റഅയ്തു ഫിൽ ജാഹിലിയ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ അദ്ദേഹം കാണുകയുണ്ടായി, ഖർദൻ ജനാ ബിഖർദത്തിൻ, ഒരു കുരങ്ങൻ മറ്റൊരു പെണ്ണുവർഗത്തിൽപ്പെട്ട കുരങ്ങനുമായിട്ട് വ്യഭിചരിക്കുന്നു. ഫജ്തമഅൽ ഖുറൂദു അലൈഹിമാ ഫറജമൂഹും ഹത്താ മാതാ, ചുറ്റും അവരുടെ ചുറ്റും കുരങ്ങന്മാർ കൂടിയിട്ട് അവരെ എറിഞ്ഞു കൊല്ലുന്ന അവസ്ഥ ഉണ്ടായതായി കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ചില മൃഗങ്ങളുടെ വിഭാഗങ്ങളിൽ പോലും അത്രയും വലിയൊരു മ്ലേച്ഛമായിട്ടുള്ള കാര്യമായിട്ട് വ്യഭിചാരത്തെ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങേയറ്റത്തെ ദോഷവും അപകടവും വരുത്തുന്ന ഒരു കാര്യമാണ് വ്യഭിചാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ വിജയം പറഞ്ഞു കൊടുത്ത്, അഥവാ ഒരു മുഅ്മിൻ വിജയിച്ച ആളുകൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്നിടത്ത് ആ മുഅ്മിനീന്റെ അടയാളമായിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവന്റെ ഉഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഖുശൂഉള്ളവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് നൽകുന്നവരാണ്. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവരവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവർക്ക് അനുവദനീയമായിട്ടുള്ള അവരുടെ ഇണകളോ അല്ലെങ്കിൽ അടിമ സ്ത്രീകളിലോ മാത്രം. അല്ലാത്ത പക്ഷം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്ഷേപിക്കപ്പെടുന്നതാണ്. ഫമനിബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ, അതിനെ കവിഞ്ഞ് വേറെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരാണ് ആ പിന്തിരിഞ്ഞിട്ടുള്ള കുറ്റക്കാരായിട്ടുള്ള ആളുകൾ എന്ന് കാണാം. അപ്പോ ഒരു മുഅ്മിന് വിജയം വേണമെങ്കിൽ അവനവന്റെ ഗുഹ്യസ്ഥാനം ഹലാലായ രീതിയിൽ മാത്രം ഉപയോഗിക്കുന്ന ആ രീതിയിലാകണം. അതല്ലെങ്കിൽ അവൻ ആക്ഷേപിക്കപ്പെടുന്നവനും അവൻ കുറ്റക്കാരനുമായിട്ടുള്ള ആളാണ് എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. ഇനി ഖുർആൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും ഈ ഒരു തിന്മയിലേക്കുള്ള വഴിയെല്ലാം അടച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൻ നൂർ. സൂറത്തുൻ നൂർ എന്ന് പറഞ്ഞാല് ആ പ്രകാശം എന്നുള്ള അർത്ഥം വരുന്ന സൂറത്തില് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം എന്താണ്? വ്യഭിചാരത്തിലേക്കുള്ള ഓരോ മാർഗങ്ങളും അടക്കാണ്. വ്യഭിചാരത്തിലേക്ക്, അതിനെക്കുറിച്ച് കള്ളാരോപണം നടത്തുന്നത്, വ്യഭിചരിച്ചവർക്കുള്ള കുറ്റം, ആ വ്യഭിചാരത്തിൽ നയിക്കാനുള്ള ദൃഷ്ടി താഴ്ത്താൻ, വിവാഹം പ്രോത്സാഹിപ്പിച്ച് സ്ത്രീകളുടെ വേഷം പറഞ്ഞ് ഒരു വീട്ടിൽ അനുവാദം ചോദിക്കേണ്ടത്, അല്ലാതെ പ്രവേശിക്കാൻ പാടില്ല, അങ്ങനെ വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെയും തടയുന്ന ഒരു കാര്യമാണ് സൂറത്തു നൂർ എന്നുള്ളത്. ഈ വിഷയത്തിൽ എത്രത്തോളം നമുക്ക് അള്ളാഹിനെ സൂക്ഷിക്കാൻ പറ്റുന്നോ,
ഇപ്പോ പുരുഷനാണെങ്കിൽ സ്ത്രീകളുടെ വിഷയത്തിൽ, സ്ത്രീ ആണെങ്കിൽ പുരുഷന്റെ വിഷയത്തിൽ ഒരു ചാരിത്ര ശുദ്ധി എത്ര കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ നൂറ് നമ്മുടെ കൽബിലുണ്ടാവും. അതുകൊണ്ടാണ് അതിൽ പ്രത്യേകമായിട്ട് ദൃഷ്ടിദായത്വമായി ബന്ധപ്പെട്ടത്. റഹ്മത്തുള്ളാഹി പറയാണ്, ഫഅമറ അല്ലാഹു തആല നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഅ്മുറൽ മുഅ്മിനീന ബിഗദ്ദി അബ്സാരിഹിം വഹിഫ്ളി ഫുറൂജിഹിം. അല്ലാഹു തആല സൂറത്തു നൂറിൽ പറഞ്ഞിട്ടുണ്ട്, അവരോട് അവരുടെ മുഅ്മിനീങ്ങളോട് കൽപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ദൃഷ്ടി താഴ്ത്തണം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. വഅയ്യുഅലിമഹും അന്നഹു മുശാഹിദുൻ ലിഅഅമാലിഹിം. അള്ളാഹുവിനെ പറ്റി അറിയിക്കാൻ പറഞ്ഞു, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളത്. മുത്തലിഉൻ അലൈഹ, അള്ളാഹു നോക്കുന്നുണ്ട് എന്നത്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കറ്റുനോട്ടം അള്ളാഹു അറിയുന്നുണ്ട്, ഖൽബുകളിൽ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. കാരണം നോട്ടമാണ് ഈ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന അടിസ്ഥാന കാരണം. നോട്ടത്തിനാണ് അതിന് തുടക്കം ഉണ്ടാവുക. വലമ്മാ കാന മബ്ദഉ ദാലിക മിൻ ഖിബലിൽ ബസർ, നോട്ടത്താണ് അതിന്റെ ആരംഭം. ജഅലൽ അംറ ബിഗദ്ദിഹി മുഖദ്ദമൻ അലാ ഹിഫ്ളിൽ ഫർജ്, അതുകൊണ്ടാണ് ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കാൻ പറയുന്നതിന് മുമ്പ് ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞിട്ടുള്ളത്. ഫൈനൽ ഹവാദിസ മബ്ദഉഹാ മിനൻ നദർ കമാ അന്ന മുഅ്ലമൻ നാരി മിൻ മുസ്തസ്ഗരി ശറർ. ചെറിയ തീക്കനലിൽ നിന്ന് വലിയ ആളിക്കത്തുന്ന തീ ഉണ്ടാകുന്നത് പോലെ നോട്ടത്തിൽ നിന്നാണ് ഈ വലിയ അപകടത്തിലേക്ക് എത്തുക. ഫതകൂനു നദറതൻ, അതൊരു നോട്ടമാകും. സുമ്മ ഖത്റതൻ, പിന്നെ ചിന്തയാകും. സുമ്മ ഖുത്ബതൻ, പിന്നെ അതിലേക്കുള്ള വഴിയൊരുക്കലാകും. സുമ്മ ഖതീഅതൻ, പിന്നെ ആ തിന്മ സംഭവിക്കുന്നതായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അതുകൊണ്ട് തന്നെ ഒരുത്തിന്റെ ദീന് സംരക്ഷിക്കാൻ, അവന്റെ ചാരിത്ര ശുദ്ധി സംരക്ഷിക്കാൻ, തിന്മ അവനിലേക്ക് വന്നെത്തുന്നത്, പിശാചിന് അവനുള്ള കവാടങ്ങൾ തടയാൻ 4 കാര്യങ്ങൾ അവൻ സൂക്ഷിക്കണം. 4 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്നാമത്തേത് അൽ-ലഹ്ബാത്ത്, അവന്റെ നോട്ടം, അവന്റെ ദൃഷ്ടി, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് വൽ ഖതറാത്ത്, അവന്റെ ചിന്തകൾ, അതെന്തൊക്കെയാണെന്ന് നോക്കണം. മൂന്നാമത്തേത് വൽ ലഫ്ലാത്ത്, അവന്റെ സംസാരങ്ങൾ, അതെന്തൊക്കെയാണെന്നുള്ളത്. നാലാമത്തേത് വൽ ഖുത്വാത്ത്, അവന്റെ കാലടിപ്പാടുകൾ. ഈ 4 മാർഗം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിലേക്ക് തിന്മ കയറുന്ന, ഒരു മനുഷ്യനിലേക്ക് പിശാചിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന 4 കവാടങ്ങളാണത്. നോട്ടം, ചിന്ത, സംസാരം, കാലടിപ്പാടുകൾ. ഈ 4 കാത്തു സൂക്ഷിക്കാൻ സാധിച്ചുവോ അവന് തിന്മകളിൽ നിന്ന്, പ്രത്യേകിച്ച് വ്യഭിചാരം പോലെയുള്ള തിന്മകളിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഓരോന്നിനും വിശദീകരിക്കുകയാണ്. ഒന്നാമത്തെ പറഞ്ഞത് അൽ-ലഹ്ലാത്ത്, നോട്ടങ്ങൾ, ദൃഷ്ടികൾ, അവൻ കാണുന്ന കാഴ്ചകൾ. ഫഹിയ റായിദു ശഹ്വതി വറസൂലുഹാ, ഒരുത്തന്റെ ഇച്ഛയെ തട്ടി ഉണർത്തുന്ന, അതിലേക്കുള്ള ഒരു സന്ദേശകനാണ് അവന്റെ നോട്ടങ്ങൾ. വഹിഫ്ദുഹാ അസ്ലു ഹിഫ്ദുൽ ഫർജ്, അത് കാത്തു സൂക്ഷിക്കലാണ് അവന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുന്നതിന്റെ അടിസ്ഥാനം. ഫമൻ അത്ലഖ ബസറഹു ഔറദ നഫ്സഹു മവാരിദൽ ഹലകാത്ത്, ഒരുത്തൻ അവന്റെ ദൃഷ്ടിയെ പായിച്ചു കഴിഞ്ഞാൽ, തോന്നിയ പോലെ കണ്ണി കണ്ടതൊക്കെ നോക്കുന്ന ഒരുത്തനായി കഴിഞ്ഞാൽ അവൻ അവന്റെ ശഹ്വത്തുകളെ തുറന്നു വിടുന്ന അവസ്ഥയിൽ, അവനെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലാണ് അത് എത്തിച്ചേരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്ബിഅൻ നദറതൻ നദറതൻ, ഒരു നോട്ടത്തിനെ പിന്നെ അടുത്തൊരു നോട്ടം കൊണ്ട് നീ തുടരരുത്, ഒരു നോട്ടം പിന്നെ അടുത്ത നോട്ടം കൊണ്ട് നീ തുടർന്ന് നോക്കരുത്. ഫഇന്നമാ ലക്കൽ ഊല, ആദ്യമായി നീ കണ്ടുപോകുന്ന നിനക്കുണ്ട്. ഒരു മനുഷ്യനാണ് കണ്ടുപോകുന്നത് ഉണ്ട്. വലൈസത് ലക്കൽ ഉഖറ, അടുത്തത് നിനക്കില്ല. ഇന്ന് കാലത്ത് കൗമാരക്കാരാവട്ടെ യുവാക്കളാവട്ടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കൗമാരക്കാരും യുവാക്കളും ഈ കിതാബിൽ ഇതുപോലെയുള്ള ഒരു ഉപദേശങ്ങൾ, ഈ തിന്മയിലേക്ക് എത്തിച്ചേരുന്ന വഴികൾ, അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുക സിദ്ഖോടുകൂടി, ഖലാസോടുകൂടി ഇത് കേൾക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ അവന് അള്ളാഹു ഇന്ന് വലിയ സംരക്ഷണം അവന്റെ ഈ ജീവിതത്തിൽ ലഭിക്കുന്ന അത്രയും മഹത്തായിട്ടുള്ള ഉപദേശങ്ങളാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, ആ ഹദീസിൽ പിന്നെ സനദിൽ ചില വ്യത്യാസം ഉണ്ടെങ്കിലും അർത്ഥം കൊണ്ട് ശരിയായിട്ടുള്ളതാണ്. അന്നദറതു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാം ഇബ്ലീസ്, നോട്ടം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ അമ്പ് എന്നുള്ള ഇബ്ലീസാണ്. ഫമൻ ഗദ്ദ ബസറഹു അൻ മഹാസിൻ ഇംറഅത്തി ലില്ലാഹ് ഔറസല്ലാഹു ഖൽബഹു ഹലാവതൻ ഇലാ യൗമി യൽഖാ, ഒരുത്തന്റെ ഒരു പെണ്ണിനോടുള്ള നോട്ടം അവൻ തെറ്റിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഖൽബിൽ ഈമാനിന്റെ ഒരു മാധുര്യം അള്ളാഹ് ഇട്ടുകൊടുക്കും. ഇത് സനദ് സഹിയായിട്ടുള്ളതല്ല, പക്ഷെ അതിന്റെ അർത്ഥം ശരിയാണ്. അതുപോലെ തന്നെ മറ്റ് ഹദീസുകൾ കാണാം, ഗുദ്ദു അബ്സാറക്കും വഹ്ഫദു ഫുറൂജക്കും, നിങ്ങൾ ദൃഷ്ടി താഴ്ത്തുക, നിങ്ങൾ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ ജുലൂസ് അല തുർഖാത്ത്, നിങ്ങൾ വഴികളിൽ ഇങ്ങനെ ഇരിക്കരുത്, നിങ്ങൾ സൂക്ഷിക്കണം പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾ വേറെ പല ആവശ്യങ്ങൾക്ക് ഇരിക്കേണ്ടി വരികയാണെന്ന് പറഞ്ഞു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇരുന്നേ പറ്റൂന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഹക്ക് നിങ്ങൾ വീട്ടണം. അതിൽ ഒന്നാമത്തേത് പറഞ്ഞത് ഗദ്ദുൽ ബസർ, നിങ്ങൾ ദൃഷ്ടി താഴ്ത്തണം എന്ന് പറഞ്ഞു. നോട്ടം എന്നുള്ളത് തിന്മകളുടെ ആരംഭമാണ്. ഒരു തിന്മയെ കുറിച്ചുള്ള ആരംഭം തുടങ്ങുന്നത് നോട്ടത്തിൽ നിന്നായിരിക്കും. ഇബ്നു ഖയ്യിം പറയാണ് വന്നദറു അസ്ലു ആമത്തിൽ ഹവാദീസ് അല്ലതി തുസീബുൽ ഇൻസാൻ, മനുഷ്യനെ ബാധിക്കുന്ന ദോഷങ്ങളുടെ ആരംഭം എന്ന് പറഞ്ഞത് നോട്ടാണ്. ഫഇന്ന നദറത തുവല്ലിദു ഖതറ, നോട്ടം അവന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാക്കും. സുമ്മ തുവല്ലിദുൽ ഖതറതു ഫിക്ര, ആ ചിന്ത ആഴത്തിലുള്ള ചിന്തകളും അതിന്റെ ഖതറത്തോടെ ഇടക്ക് വരുന്ന ജസ്റ്റ് വരുന്ന ചിന്തകൾ, പക്ഷെ അത് കൂടുതലായിട്ടുള്ള ചിന്തയായി മാറും. സുമ്മ തുവല്ലിദുൽ ഫക്റതു ശഹ്വ, അവന്റെ ഫിക്ർ പിന്നെ എന്തായിരിക്കും? ഇച്ഛയായിട്ട് മാറും. സുമ്മ തുവല്ലിദു ശഹ്വതു ഇറാദത്തൻ, പിന്നെ ആ ശഹ്വത്ത് ഒരു ഉദ്ദേശമായി മാറും. സുമ്മ തഖ്വാ ഫതസീറു അസീമതൻ ജാസിമതൻ, പിന്നെ അത് ശക്തിപ്പെട്ട് ആ തിന്മ ചെയ്യാൻ വേണ്ടി ദൃഢമായ ഉറച്ചൊരു ബോധമായി മാറും. ഫയഖഉൽ ഫിഅലു വലാ ബുദ്, ആ പ്രവൃത്തി അവിടെ നടക്കും, ആ തിന്മ നടക്കും. മാലം യംനഅ മിൻഹു മാരിഉൻ, തടയാൻ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും, അതല്ല എങ്കിൽ ആ തിന്മയിൽ അവൻ പോയി ചാടും. എന്നിട്ട് അതുകൊണ്ടാണ് സലഫുകൾ പറയാറുണ്ടായിരുന്നത് അസ്സബ്റു അലാ ഗദ്ദിൽ ബസർ ഐസറു മിന അസ്സബ്രി അലാ അലമിൻ മാ ബഅദഹു, ക്ഷമ, ദൃഷ്ടി താഴ്ത്താൻ കാണിക്കുന്ന ക്ഷമയാണ് അതിനുശേഷം അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ ക്ഷമിക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ടുള്ള കാര്യം. ദൃഷ്ടി താഴ്ത്താൻ കുറച്ച് ക്ഷമ വേണം. ആ ക്ഷമയാണ് അതിനുശേഷം നമ്മൾ അതിന്റെ വേദനയായിട്ട് അനുഭവിക്കാൻ വേണ്ടി വരുന്ന ദുനിയാവിലും പരലോകത്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ അതിനേക്കാൾ എളുപ്പമായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. വമിൻ ആഫാത്തിൻ നളർ, നോട്ടത്തിന്റെ അപകടത്തിൽപ്പെട്ടതാണ് അന്നഹു യുവരിസുൽ ഹസറാത്തി വസ്സഫറാത്തി വൽ ഹറഖാത്ത്, അവൻ ഞെരുക്കായിരിക്കും അനുഭവിക്കുക, അവന് ദുഃഖവും വിഷമവും എല്ലാം അനുഭവിക്കും. ഫയറൽ അബ്ദു മാ ലൈസ ഖാദിറൻ അലൈഹി വലാ സാബിറൻ അൻഹു, മനുഷ്യന്റെ പ്രത്യേകത പറഞ്ഞാൽ അവൻ നോക്കും, അവന് കിട്ടാത്തതും അവന് ക്ഷമിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. വഹാദാ മിൻ അഅ്ളമിൽ അദാബ്, അതാണ് ഏറ്റവും വലിയ ശിക്ഷ. അതായത് അവന് ഒരാള് അവൻ ഒരു സ്ത്രീയെ നോക്കുകയാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ സൗന്ദര്യം നോക്കുകയാണ്. അവൻ ആ സ്ത്രീയെ ഹലാലായ രീതിയിൽ കിട്ടൂല. എന്നാ നോക്കിയതിന്റെ പേരിലുള്ള വേദനയിൽ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? അതും പറ്റില്ല. ഇതാണ് അവസ്ഥ. ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം അവൻ നോക്കും ചെയ്യുന്നുണ്ട്. വലാ അൻ ബഅദിഹി വലാ ഖുദ്റതക അലൈഹി, അത് കിട്ടാനുള്ള ഒരു വഴി ഇല്ലതാണ്. ഈ രണ്ടിനും സാധിക്കൂല. നോക്കണായിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു ഹറാമായ കാര്യം നോക്കുന്നതിന് ആലോചിച്ചത് ഒന്ന്, നമുക്ക് കിട്ടാൻ പോണില്ല. രണ്ട്, അതിൽ ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടാവും. ഇതാണ് നോട്ടം അഴിച്ചു വിട്ടാനുള്ള അപകടം. ഒരു കവി പാടി വകുൻത മതാ അർസൽത തർഫക റായിദ ലിഖൽബിക യൗമിൻ അത്അബത്കൽ മനാദിറു, നീ നിന്റെ നോട്ടം തുറന്നു വിട്ടു കഴിഞ്ഞാൽ നീ നോക്കിയ കാര്യങ്ങളുണ്ടല്ലോ അത് നിനക്കൊരു ദിവസം ഒരു ക്ഷീണം ഉണ്ടാക്കും നിന്റെ കൽബിന്. റഅയ്തല്ലദീ ലാ കുല്ലുഹു അൻത ഖാദിറുൻ, നിനക്കെല്ലാം കിട്ടുന്ന കാര്യമല്ല നീ നോക്കുന്നത്. അലൈഹി വലാ അൻ ബഅദിഹി അൻത സാബിറു, അതിന്റെ അനന്തരത്തിൽ എനിക്ക് ക്ഷമിക്കാനും സാധിക്കൂല. ഈ രണ്ടിനും കഴിയാത്ത രീതിയിലാണ് നിന്റെ നോട്ടം ഉണ്ടാവുക എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഹബ്സുൽ ലഹ്ളാത്ത് ഐസറു മിൻ ദവാമിൽ ഹസറാത്ത്, നീണ്ടു നിൽക്കുന്ന ഒരു വേദന ഞെരുക്ക അനുഭവിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യമാണ് ആ നോട്ടം ഒന്ന് പിടിച്ചു വെക്കുക എന്നുള്ളത്. സഹോദരങ്ങൾ, ഇത് ഒരു അന്യ സ്ത്രീയെ കാണുക എന്നുള്ള നിലക്ക് പിന്നെ പറയുന്ന അന്ന് കാലത്ത്, ഏത് കാലത്ത് എഴുതിയതാ? ഹിജ്റ 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിൽ എഴുതിയ കിതാബാണ്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇന്നത്തെ അവസ്ഥ എത്ര അപകടമാണ്. നമ്മൾ മൊബൈലുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ റൂമിനകത്ത് അടച്ചിട്ടിരുന്ന് ഏതൊരു തിന്മയും കാണാനും ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. എന്ത് വലിയ ഫിത്നയാണ്. വിവാഹം കഴിക്കാത്ത യുവാക്കൾ, കൗമാരക്കാർ, ചെറുപ്പക്കാർ, അവരൊക്കെ അവസ്ഥ എന്തൊരു അപകടത്തിലാണ്. നഊദു ബില്ലാഹ്. അല്ലാഹ് മുസ്ലിം ഉമ്മത്തിനെ, യുവാക്കളെ കാത്തു സംരക്ഷിക്കട്ടെ, യുവതികളെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളിൽ മുസ്ലിം യുവത്വത്തിനും ചെറുപ്പക്കാർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർ ജീവിക്കുന്ന ലോകം നമ്മൾ വളർന്ന ലോകമല്ല. അതായത് ഞാൻ വലിയ പ്രായം ഉണ്ടായിട്ട് പറയല്ല, പക്ഷെ അതിനേക്കാൾ അധപതിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ചെറുപ്പത്തിൽ വളർന്ന പോലെയല്ല അവർ വളരുന്നത്. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അപകടങ്ങളാണ് ഇന്നുള്ളത്. അത്രയും വലിയൊരു അപകടത്തിലാണ് മുസ്ലിം യുവത്വം കടന്നു പോകുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ക്ഷമ അള്ളാഹു നൽകിയാലേ സാധിക്കുകയുള്ളൂ. ദീനുള്ളവരിൽ പോലും, ഞാൻ പറയുന്നത് ദീനില്ലാത്ത ആളുകളിലല്ല, ദീനുള്ള ആളുകളിൽ പോലും. ചില കണക്കുകൾ വെച്ചിട്ട് ഒരു ലേഖനം വായിച്ചായിരുന്നു, ഒരു ഇംഗ്ലീഷിൽ ഒരു ഇസ്ലാമിക് ചാനൽ വന്നതാണ്. ഒരു നാട്ടില് ഇതുപോലെയുള്ള അശ്ലീലമായ കാഴ്ചകൾ, സൈറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു നാടിനെ പറ്റിയുള്ള ഇതാണ്.
ആ നാടിൽ ഇസ്ലാം പ്രകടമായിട്ടുള്ള നാടാണ്, എല്ലാവരും നിസ്കരിക്കുന്ന ഇസ്ലാമിന്റെ അടയാളങ്ങളുള്ള നാട്. ആ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ അശ്ലീല സൈറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള കണക്ക് വന്നത്. ആ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അറിയാം മുസ്ലിമീങ്ങളെ ബാഹ്യമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കില്ല. അവരുടെ ഈമാൻ ദുർബലപ്പെടുത്താൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചാലേ പറ്റുള്ളൂ. അവരുടെ പ്രകാശം കെടുത്തണം. അതിന് ഏറ്റവും നല്ല മാർഗം സ്ത്രീയാണ്. ഇതിന്റെ അവസാനത്തിൽ മുൻപ് കാലത്ത് തന്നെ ജൂത നസാറാക്കൾ മുസ്ലിങ്ങളെ പഴപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വഴികൾ ഈ കിതാബിന്റെ അവസാനത്തിൽ ചില കഥകൾ പറയുന്നുണ്ട്. അപ്പോ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ വലിയ നിഅമത്താണ്, വലിയ നിഅമത്താണ്. ചെറുപ്പത്തിൽ തന്നെ അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നമ്മുടെ ആൺമക്കളും പെൺമക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുക. ദൃഷ്ടി താഴ്ത്തണം, വെറുതെ അതും ഇതും നോക്കി നടക്കരുത്. ദൃഷ്ടി താഴ്ത്തേണ്ടതാണ്. അള്ളാഹു എളുപ്പമാക്കിയവർക്ക് അത് എളുപ്പമാണ്, അല്ലാത്തവർക്ക് വളരെ ഞെരുക്കമുള്ള കാര്യവുമാണ്. അടുത്തത് അൽ ഖതറാത്ത്, ചിന്തകളാണ്. ചിന്തകൾ, ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ അത് അവന്റെ പ്രവർത്തനങ്ങളായി മാറും. നമ്മൾ ഇന്ന് നമുക്കിപ്പോ പലർക്കും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയുന്ന എനിക്കാണെങ്കിലും ഇത് സംസാരിക്കുമ്പോഴും ഇത് കേൾക്കുമ്പോഴും തന്നെ മറ്റു പല കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവും. ആ ചിന്തകൾ നമ്മൾ ഏറ്റവും സുരക്ഷിതമാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും അറിയുന്നില്ലല്ലോ എന്നതിലാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ നമ്മുടെ കർമ്മങ്ങളായിട്ട് പുറത്തേക്ക് വരും, അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. ചിന്തകൾക്ക് അത്ര സ്വാധീനമുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വമ്മൽ ഖതറാത്ത് ഫശഅനുഹാ അസ്അബ്, അത് പിടിച്ചു നിർത്തുക എന്നുള്ളത് വളരെ കടുപ്പുള്ള കാര്യമാണ്. ഫഇന്നഹാ മബ്ദഉൽ ഖൈരി വശർ, ഒരു മനുഷ്യനുണ്ടാകുന്ന ഖൈറിന്റെയും ഷർറിന്റെയും തുടക്കം അവന്റെ ചിന്തകളാണ്. വമിൻഹാ തതവല്ലദുൽ ഇറാദാത്ത് വൽ ഹിമം വൽ അസായിം, ആ ചിന്തകൾ കൊണ്ടാണ് അവൻ ഉറച്ച ഉദ്ദേശങ്ങളും നിയ്യത്തുകളും ഉണ്ടാകുന്നത്. ഫമൻ റാഅ ഖതറാതിഹി മലക സിമാമ നഫ്സിഹി വഖഹറ ഹവാഹു, ഒരുത്തൻ അവന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അവൻ അവന്റെ ഇച്ഛകളെയും അവന്റെ നഫ്സിനെയും അവൻ ചങ്ങലക്കിട്ട് കീഴ്പ്പെടുത്തുന്നു. വമൻ ഗലബത്ഹു ഖതറാതുഹു ഫഹവാഹു വനഫ്സുഹു ലഹു അഗ്ലബ്, അവന്റെ ചിന്തകൾ തോന്നിയ പോലെയാണെങ്കിൽ അവന്റെ നഫ്സിനെയും അവൻ തുറന്നു വിട്ട നഫ്സിനായിരിക്കും കൂടുതൽ അധികാരം അവന് മേലെ ഉണ്ടാവുക. വമൻ ഇസ്തഹാന ബിൽ ഖതറാതി ഖാദത്ഹു ഖഹ്റൻ ഇലൽ ഹലകാത്ത്, അങ്ങനെ ചിന്തകളുടെ മേലെ നഫ്സിന് സ്വാധീനം വന്നു കഴിഞ്ഞാൽ അത് നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും? ചിന്തകൾ, ബാത്തിലായ ചിന്തകൾ തലയിൽ കയറി കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നറിയോ? അവൻ അതിങ്ങനെ ഒരു സ്വപ്നം പോലെ കണ്ടുകൊണ്ടിരിക്കും. അത് നടക്കും, അത് നടക്കും, അത് നടക്കുന്ന നിലക്ക് അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കും. കിട്ടാൻ പോകുന്നുണ്ടോ? കിട്ടാനും പോകുന്നില്ല. ഏതുപോലെയാണ്? സൂറത്ത് നൂറിൽ അള്ളാഹു പറഞ്ഞ പോലെ, കസറാബിൻ ബഖീഅത്തിൻ യഹ്സബുഹു الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابا. ഏതുപോലെയാണ്? എന്താ ഒയാസിസ് എന്നോ മരീചിക പറയില്ലേ, വെള്ളം ഉണ്ട് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോവായിരിക്കും. അവിടെ എത്തുമ്പോ വെള്ളം കിട്ടിച്ചിട്ടാ പോകണ്ടാവുക. പക്ഷെ അവിടെ എത്തിയാലോ വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അള്ളാഹ് പ്രതിഫലം നൽകുന്നതാണ് ഉണ്ടാവുക. ഇതേ അവസ്ഥയാണ് ചിന്തകൾക്ക് ഉണ്ടാവുക. ചിന്തകൾ തോന്നിയ പോലെ വിട്ടുകഴിഞ്ഞാൽ അത് വ്യാമോഹങ്ങൾ, കളവായിട്ടുള്ള വ്യാമോഹങ്ങളിലേക്ക്, ഒരിക്കലും നടക്കാത്ത യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടിട്ട് വേറെന്തൊക്കെയോ ഫാന്റസി ലോകത്ത് ജീവിക്കും. ഇന്ന് അധികം ആൾക്കാരും അങ്ങനെയാണ്. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താ? അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നതിൽ 80% യാഥാർത്ഥ്യമില്ലാത്ത ഫാന്റസികളായിരിക്കും. സിനിമയാവട്ടെ, സംഗീതമാവട്ടെ, വീലോഗുകളാവട്ടെ, യൂട്യൂബ് ആവട്ടെ, ഡാൻസ് ആവട്ടെ, അതുപോലെ എന്ത് കാര്യമാവട്ടെ, യാഥാർത്ഥ്യത്തിന് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവനും വിചാരിക്കുന്നത് ഇതൊക്കെയാണ് ശരി, എന്നിട്ട് അവൻ അതുപോലെ ആകണം, അല്ലെങ്കിൽ അതുപോലെ എനിക്കൊരു ജീവിതം വേണം എന്നുള്ള വ്യാമോഹത്തിലേക്ക് വീണു പോകും. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അവൻ നഷ്ടക്കാരനായി മാറും. അപ്പൊ ചിന്തകൾ എന്നുള്ളത് ഒരുത്തന്നെ നഷ്ടത്തിലേക്ക് എത്തുന്ന കാര്യമാണ്. എന്നിട്ട് പറയാണ്, വഹി അവർറു ശൈഇൻ അലൽ ഇൻസാൻ, ഈ അനാവശ്യമായ ചിന്തകൾ മനുഷ്യന് ഏറ്റവും ദോഷം ഉണ്ടാക്കും. വതതവല്ലദു മിനൽ അജ്സി വൽ കസ്ൽ, അവന് ദുർബലതയും മടിയും ഉണ്ടാക്കും. വതുവല്ലിദു തഫ്രീത വൽ ഹസ്റത വൻ നദം, കാര്യങ്ങളൊന്നും ചെയ്യാതെ നിരാശയിലും ഖേദത്തിലുമായി തീരും. വൽ മുതമന്നി ലമ്മാ ഫാതത്ഹു മുബാശറത്തുൽ ഹഖീഖത്തുൽ ഹിസ്സിയ ഹവ്വല സൂറത്തുഹു ഫീ ഖൽബി, ഇങ്ങനെ കൊതിച്ചു നടക്കുന്ന ആള് ആ യാഥാർത്ഥ്യത്തിൽ വിട്ടുപോയിട്ട് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊരു രൂപമായിട്ട് കൽബിൽ ഇങ്ങനെ കാണും. വആനഖഹ വദമ്മഹ ഇലൈഹി, അതിനേറ്റ് വലിയൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഫഖനഅ ബിവസാലി സൂറത്തിൻ വഹ്മിയത്തിൻ ഖയാലിയത്തിൻ സവ്വറഹ ഫിക്ര, അവൻ അത് കിട്ടും എന്നുള്ള അവസ്ഥയിൽ അവൻ ചിന്തിച്ച് നടക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപമ പറയാണ്, വിശന്ന് നടക്കുന്ന ഒരാള് അവൻ മനസ്സിൽ നല്ല ഭക്ഷണവും നല്ല വെള്ളമൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, എന്നിട്ട് അത് കഴിക്കുന്ന പോലെയൊക്കെ സ്വപ്നം കാണാൻ അത് കിട്ടും എന്നിങ്ങനെ വിചാരിക്കുക. അവന് കിട്ടാൻ പോകണ്ടോ? ഇല്ല. അവന്റെ വിശപ്പ് മാറാൻ പോകണ്ടോ? ഇല്ല.
അതുപോലെയാണ് ബാത്തിലായിട്ടുള്ള ചിന്തകൾ ഒരുത്തിന്റെ കൽബിൽ നിറഞ്ഞാലുള്ള അവസ്ഥ ഉണ്ടാവുക. ഇനി പറയുന്നത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, എന്താണ് ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടാവേണ്ടത്? എന്താണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അവന്റെ ചിന്തയിൽ ഉണ്ടാകേണ്ടത്? 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അവൻ ചിന്തിക്കേണ്ടത്. ഖതറാത്തുൻ യസ്തജ്ലിബു ബിഹാ മനാഫിഅ ദുനിയാ, ദുനിയാവിൽ അവനുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ചിന്തകൾ. വഖതറാത്തുൻ യസ്തദ്ഫിഉ ബിഹാ മവാറ ദുനിയാ, ദുനിയാവിന്റെ ദോഷങ്ങൾ ഒഴിവാക്കാൻ അതിന് രക്ഷപ്പെടാനുള്ള ചിന്തകൾ. വഖതറാത്തുൻ യസ്തജ്ലിബു ബിഹാ മസാലിഹ ആഖിറത്ത്, അവന്റെ പരലോകത്തിലെ നന്മകൾ ഉണ്ടാക്കാനുള്ള ചിന്തകൾ. വഖതറാത്തുൻ യസ്തദ്ഫിഉ ബിഹാ മവാറ ആഖിറതി, പരലോകത്തിന്റെ ദോഷങ്ങൾ തടയാനുള്ള ചിന്ത. ദുനിയാവിൽ നന്മ വരുത്താനും തിന്മ തടയാനും, പരലോകത്തെ നന്മ വരുത്താനും തിന്മ തടയാനും. ഈ 4 ചിന്തകളാണ് ഒരുത്തന്റെ കൽബിൽ ഉണ്ടാവേണ്ടത്. ഇതിനപ്പുറത്തേക്ക് ഒരു ചിന്ത വന്നോ പിന്നെ പിശാചിന്റെ ഗണിയിലാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്ത അവന്റെ മനസ്സിൽ നിറഞ്ഞോ പിന്നെ അവന്റെ അവസ്ഥ എന്താണ്? പിശാച് അവന്റെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് കളിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ഇതിൽ തന്നെയും നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരിക്കൽ നഷ്ടപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ടതായിരിക്കും, പക്ഷേ പിന്നെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വേറെ ക്ലാസിഫിക്കേഷൻ ആണ്. എന്തായാലും ഈ 4 കാര്യങ്ങൾ ഇതിലാണ് പ്രധാനമായിട്ടും ഒരുത്തന്റെ ചിന്ത ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ദീനിൽ ഈ ചിന്തകൾ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട അവന് ഉപകരിക്കുന്ന ചിന്തകൾ എന്ന് ദീനിൽ ഉദ്ദേശിക്കുന്ന ഫിക്റുകൾ, അത് പ്രധാനപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഒന്നാമത്തേത് അൽ ഫിക്റതു ഫി ആയാതിഹിൽ മുനസ്സല وتعقلها وفهم مراده منها ولذلك أنزلها الله تعالى لا لمجرد تلاوتها بل التلاوة وسيلة. ഒന്നാമത്തേത് അള്ളാഹു അവൻ ഇറക്കിയിട്ടുള്ള ഖുർആനിനെ കുറിച്ചുള്ള ചിന്തയാണ്. അത് ആഴത്തിൽ ചിന്തിക്കണം, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കണം. കേവലം പാരായണത്തിനല്ല അത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. വലിയൊരു യാഥാർത്ഥ്യമാണ്. ഖുർആൻ എന്ന് പറയുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് എത്ര സ്ഥാനം കൊടുക്കുന്നുണ്ടോ അതിനേക്കാൾ വലിയൊരു കാര്യമാണത്. നമ്മൾ ഇന്ന് എത്ര സ്ഥാനം ഖുർആൻ നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടോ അതിനേക്കാൾ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആൻ. പലർക്കും അതിന്റെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുക. വെറും പാരായണമല്ല ഉദ്ദേശം. സലഫുകൾ പറയാറുണ്ട്, അൻസലല്ലാഹുൽ ഖുർആന ലിയുഅമല ബിഹി, അള്ളാഹു ഖുർആൻ ഇറങ്ങിയത് അതുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാ. ഫത്തഖദൂ തിലാവതുഹു അമല, നിങ്ങളത് വെറുതെ പാരായണം ചെയ്ത് അമലാക്കി എടുത്തിട്ടുണ്ട്. പാരായണം ചെയ്യണം, പക്ഷേ ചിന്തിക്കാൻ, ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ അത് ഒരു നഷ്ടമാണ്. അപ്പൊ ചിന്തയിൽ ഒന്നാമത് വേണ്ടത് ഖുർആനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തേത് അൽ ഫിക്റതു ഫി ആയാതിഹിൽ മശ്ഹൂദതി വൽ ഇഅ്തിബാറു ബിഹാ, നമുക്ക് കാണാവുന്ന മറ്റു പല നമുക്കിന്ന് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ള പല കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത. വൽ ഇസ്തിദ്ലാലു ബിഹാ അലാ അസ്മാഇ വ സിഫാതി വ ഹിക്മതി വ ഇഹ്സാനി വ ബിദ്ദിഹി വ ജൂദിഹി, അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ അതുപോലെയുള്ള പുണ്യവും അതുപോലെയുള്ള ഓരോ കാര്യങ്ങളെയും കുറിച്ചിട്ട് ഉറ്റാലോചിക്കുക. അത് നമ്മുടെ ചിന്തയെ ഉപകാരപ്പെടുത്തുന്ന ഏറ്റവും നല്ല ചിന്തകളാണ്. മൂന്നാമത്തേത് അൽ ഫിക്റതു ഫി ആലാഹി വ ഇഹ്സാനിഹി വ ഇൻആമി അലാ ഖൽഖി ബി അസ്നാഫി നിഅം, അള്ളാഹു മൊത്തം ഈ സൃഷ്ടികളിൽ കൊടുത്തിട്ടുള്ള വ്യത്യസ്ത നിഅമത്തുകൾ, ഓരോ സൃഷ്ടിയെയും സൃഷ്ടിച്ച രീതി, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വ്യാപ്തി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഈ 3 ചിന്തകൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമ്മുടെ ഖൽബിൽ ഉണ്ടാവും, അള്ളാഹുവിനോടുള്ള ഖൗഫ് ഉണ്ടാവും, അള്ളാഹുവിനോട് റജാ ഉണ്ടാവും. ഇബാദത്തിന്റെ 3 അർക്കാനുകൾ ഖുർആനെ കുറിച്ചും നമുക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന സൃഷ്ടികളും അതാലോചിച്ച് അള്ളാഹുവിന്റെ നാമഗുണവിശേഷങ്ങൾ അറിയുകയും അള്ളാഹു ചൊരിഞ്ഞിട്ടുള്ള മറ്റുള്ള നിഅമത്തുകളെല്ലാം ആലോചിച്ചാൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബും ഖൗഫും റജാവും വർദ്ധിക്കുകയും അള്ളാഹുവിനെ അറിയാനും സാധിക്കും. ഇതെപ്പോഴും നമ്മുടെ ഖൽബിൽ ഉണ്ടായിരിക്കേണ്ട ചിന്തയാണ്. മറ്റൊരു ചിന്ത പറയുന്നത് അൽ ഫിക്റതു ഫി ഉയൂബിൻ നഫ്സി വ ആഫാതിഹാ, നമ്മുടെ സ്വന്തത്തിന്റെ കുറവിനെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ കുറവുകൾ വന്നിട്ടുണ്ട്, അതിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ വീഴ്ച വരുത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സ്വന്തത്തിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അത് വിട്ടുപോയോ പിന്നെ നമുക്ക് ഒരിക്കലും മുന്നേറാൻ സാധിക്കില്ല. അഞ്ചാമത്തെ ഒരു ചിന്ത പറയുന്നത് വഖ്ത്, നമ്മുടെ സമയം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. ആ സമയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് അള്ളാഹുവിനുള്ള അനുസരണത്തിലും ദിക്റിലുമാണോ, അതല്ല വെറുതെ പാഴാക്കി കളയുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലാണോ എന്ന് ആലോചിക്കണം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ആയുസ് ജീവിതം എന്ന് പറഞ്ഞാൽ അത് സമയമാണ്.
അത് വെറുതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നഷ്ടമാണ്. അവിടെ ഒരു നന്മയില്ലാത്ത ബാത്തിലായ ചിന്തകൾ അല്ലെങ്കിൽ ഉറങ്ങി തീർക്കുക, അതിനേക്കാൾ നല്ലത് മരണമാണ്. കാരണം മരണം അള്ളാഹിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. ഇത് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അനാവശ്യമായ ചിന്തകളും ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലും അങ്ങനെയൊക്കെ ആയി. അങ്ങനെ സമയം നമ്മൾ പാഴാക്കി കളഞ്ഞാൽ പിന്നെ നമുക്ക് ബാധിക്കുന്ന വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിശാചിന്റെ വസ്വാസുകൾ നമ്മുടെ ഉള്ളിൽ കയറാൻ തുടങ്ങും. അങ്ങനെ ആ വസ്വാസുകൾ കയറിക്കഴിഞ്ഞാൽ ബാത്തിലായ വ്യാമോഹങ്ങൾ വരും. അങ്ങനെ പിന്നെ അതിൽ മുഴുകിപ്പോകുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടാവുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാണ് എത്തിച്ചേരുക. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചിന്തകൾ ഇങ്ങനെ ആയിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പറയാണ്, വഅലം, നീ മനസ്സിലാക്കണം, അന്ന വുറൂദൽ ഖാതിർ ലാ യുദുറു, എന്തെങ്കിലും ഒരു ചിന്ത വന്നു എന്നുള്ളത് നിനക്കൊരു ദോഷം ചെയ്യില്ല. മനുഷ്യനാണ്, ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ചിന്തകളൊക്കെ വരും, പക്ഷെ അത് നിനക്ക് ദോഷം ചെയ്യില്ല. വഇന്നമാ യദുറു ഇസ്തിദ്ആഉഹു വമുഹാദസതുഹു, അത് നിനക്ക് ദോഷം ചെയ്യപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അതിനേക്ക് ചിന്ത കൂടുതൽ കൊടുക്കുമ്പോഴാണ്. ഒരു ഉദാഹരണം പറയാണ്, ഫൽ ഖാതിറു കൽമാർ അല ത്വരീഖ്, ചിന്തകൾ എന്ന് പറഞ്ഞാൽ വഴിയിലൂടെ പോകുന്ന ഒരാളെ പോലെയാണ്. ഫഇല്ലം തസ്തദ്ഇഹി വതറകത്ഹു മറ വൻസറഫ അൻക, നീ അതിനെ അതിന്റെ പാട്ടിന് വിട്ടു കഴിഞ്ഞാൽ അത് നിന്നെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കോളും. പക്ഷേ നീ അതിനെ പ്രത്യേകം ക്ഷണിച്ച് വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവനെന്താവും, നിന്നെ ചതിക്കും. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകൾ ഇട്ട് തന്ന് അനാവശ്യ കാര്യങ്ങൾ മുഴുകി നിന്റെ കൽബിൽ കൂടുതൽ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും. അങ്ങനെ നിന്നെ പിഴപ്പിക്കും. നഫ്സിനെ, രണ്ട് നഫ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് തന്നെ, നഫ്സുൽ നവ്വാറ, നഫ്സുൽ മുത്മഇന്ന. ഈ രണ്ടിൽ ഒന്ന് ശക്തിപ്പെട്ടാൽ മറ്റേത് ദുർബലാവും. അപ്പോ ഈ അനാവശ്യ ചിന്തകൾ വന്നാൽ നഫ്സുൽ അമ്മാറ ശക്തിപ്പെടും. നമ്മൾ ആലോചിച്ചാൽ മതി, നമുക്ക് ഒന്നും ചിന്തിക്കാനില്ല എങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തിന്മകളെ ചിന്തിക്കുക, പിന്നെ നഫ്സുൽ അമ്മാറക്ക് ശക്തിപ്പെടും, പിന്നെ ആ ചിന്തകൾ ആലോചിച്ചത് പ്രവർത്തനത്തിൽ എത്തും. അതിനനുസരിച്ച് നഫ്സുൽ മുത്മഇന്ന കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ എപ്പോഴും നമ്മുടെ ചിന്ത മുഴുകിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും അതിൽ നിന്ന് ഓടി അകലാനും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് വലിയ സ്വാധീനം നമ്മുടെ കർമ്മങ്ങളുടെ മേലെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഖദ് ഹകമ അല്ലാഹു ഹുക്മൻ ലാ യുബദ്ദലു അബദ, അള്ളാഹു വ്യക്തമായി നിർണയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും മാറാത്തത്. അന്നൽ ആഖിബതു ലിത്തഖ്വ, തീർച്ചയായിട്ടും പര്യവസാനം തഖ്വയുള്ളവർക്കാണ്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, ഏറ്റവും നല്ല അവസാനം തഖ്വയുള്ളവർക്കേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ഇപ്പൊ കുറച്ചൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാല്, അള്ളാഹിനെ സൂക്ഷിച്ചു കഴിഞ്ഞാല് അവസാനത്തിൽ ഉറപ്പാണ് നമുക്ക് വിജയമാണ്. അത് അള്ളാഹ് നൽകുന്ന വാഗ്ദാനമാണ്. അപ്പൊ ഇതിനൊന്ന് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എന്നിട്ട് പറയാണ് വൽ ഖൽബു ലൗഹുൻ ഫാരിഖുൻ, ഖൽബ് എന്ന് പറഞ്ഞാല് ഒന്നും എഴുതാത്ത ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ചട്ട പോലെയാണ്. വൽ ഖവാതിറു നുഖൂശുൻ തുൻഖശു ഫീഹാ, ചിന്തകൾ എന്ന് പറഞ്ഞാൽ അതിൽ കൊത്തിവെക്കുന്ന എഴുത്തുകളെ പോലെയാണ്. ഒരു കല്ല് എടുക്കുക, ഒന്നും എഴുതിയിട്ടില്ല, ചിന്തകൾ പറഞ്ഞാൽ കൊത്തിവെക്കുന്നതാണ്. فكيف يليق بالعاقل أن تكون نقوش لوحه ما بين كذب وغرور وخدع, ബുദ്ധിയുള്ള ഒരുത്തൻ എങ്ങനെയാണ് ഈ കബളിപ്പിക്കുന്ന വ്യാജമായിട്ടുള്ള കാര്യങ്ങളിൽ കൊത്തിവെക്കാൻ തോന്നുക, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ തോന്നുക, ഹഖീഖത്തില്ലാത്ത യാഥാർത്ഥ്യമില്ലാത്ത ഈ മരീചികയായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ തോന്നുക? ഒരിക്കലും സാധിക്കില്ല. പക്ഷെ ബുദ്ധിയുള്ള ഒരുത്തൻ എഴുതേണ്ടത് എന്താണ്, അതിൽ കൊത്തിവെക്കേണ്ടത് എന്താണ്? ഇൽമുൻ നാഫി, ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്, അവന് ഉപകാരപ്രദമായിട്ടുള്ള ചിന്തകളാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികളായിട്ടുള്ള ഇതുപോലെ ചിന്തകളെ ഏറ്റവും അതിൽ കൊണ്ടു നടന്ന ആളുകൾ അവരവരുടെ ചിന്തകൾ ഏറ്റവും നല്ല രീതിയിൽ മാത്രമായിരിക്കാൻ വേണ്ടി അവര് പരിശ്രമിക്കാറുണ്ടായിരുന്നു. അത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് നന്മയിൽ മുന്നേറുന്ന ചിന്തകളുമായി മുഴുകുമായിരുന്നു. അതായത് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ അടുത്ത നന്മ നിറഞ്ഞൊരു ചിന്ത കൊണ്ടുവരണം, അത് കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞ് അടുത്തത്. എപ്പോഴെങ്കിലും ആ തിരക്കിൽ നിന്ന് നമ്മൾ ഒഴിവായി കഴിഞ്ഞാൽ, അതിൽ നമ്മളൊന്ന് ഒരു വിടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശൈത്താൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇട്ട് വരും. അത് പിന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ ചിലപ്പോൾ പറ്റിക്കോളന്നില്ല, ചിലപ്പോൾ നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റിക്കോളന്നില്ല. അത് നമ്മൾ അതിനൊരു കൊണ്ടുപോലെ ഇരിക്കും. പിന്നെ അവസാനം നമ്മൾ വിചാരിക്കും ഇത് ചിന്തിക്കുന്നതല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷെ ആ ചിന്ത നമ്മുടെ ആ പ്രവർത്തനത്തിൽ കൊണ്ടുപോയി എത്തിക്കും. അതായത് ഒരു തിന്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമില്ല. ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും, അവൻ നല്ല ഇബാദത്ത് നല്ലതൊക്കെ ആയിരിക്കും, ബാഹ്യമായിട്ട് പെട്ടെന്ന് കാണാൻ ഒരു തിന്മയിൽ പോയി വീഴുന്നത്. അപ്പൊ അവൻ തന്നെ തോന്നും, ഞാൻ എന്തിനാ പോയി തിന്മ ചെയ്ത്, ഞാൻ അതൊന്നും ആലോചിച്ചിട്ടില്ലല്ലോ, അവന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഈ തിന്മ ചെയ്യാൻ ദിവസങ്ങളോളമായിട്ട് അതിനുള്ള ചിന്തയിലൂടെ, അവസരത്തിലൂടെ, സാഹചര്യത്തിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ടാവും. അതിലേക്ക് എത്തിപ്പെടാൻ അവന്റെ ഉള്ളിൽ ശ്രമം ചിന്തയിൽ നടന്നിട്ടുണ്ടാവും. പക്ഷെ അവനറിയില്ല, അവരത് സംഭവിക്കുമ്പോഴറിയുന്നത്. അപ്പൊ ചിന്തകൾ അതുപോലെയുള്ള അപകടത്തിൽ നമ്മെ
കൊണ്ടുപോയി എത്തിച്ചേരും. പിശാജ് ചിന്തയില്ലാത്ത, നല്ല ചിന്തകൾ ഇല്ലാത്ത അവസ്ഥ വന്നാൽ പിശാജിന് പിന്നെ അവിടെ സ്വാധീനമായിരിക്കും ഉണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നല്ല ചിന്തകളെ ജമഅ ചെയ്യാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ പറ്റി പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ ചിന്തകൾ വേറെ വേറെ വന്നപ്പോൾ ഒരു തവണ അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? യുദ്ധത്തിന് സൈന്യത്തെ പുറപ്പെടുവിക്കുന്ന കാര്യങ്ങൾ തീരുമാനിച്ചു. അതായത് ചിന്തകൾ വന്നപ്പോ ആ ചിന്ത ഒരു ചിന്ത നിസ്കാരത്തിലാണ്, ആ ചിന്തയിൽ തന്നെ വേറെ ചിന്ത വന്നപ്പോൾ അത് നല്ലൊരു നന്മയിലേക്ക്, യുദ്ധത്തിന് ആളെ പുറപ്പെടുവിക്കുന്ന കാര്യമായിട്ട് അതിനെ മാറ്റുകയുണ്ടായി. അഥവാ ചിന്തകൾ ജമഅ ചെയ്യുന്ന അവസ്ഥ ചിലപ്പോൾ വരും. അത് നല്ല കാര്യങ്ങൾ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നാം ഒന്നാമത് പറഞ്ഞത് ലഹ്വാത്തുകൾ, നോട്ടങ്ങൾ നമ്മുടെ കൽബിലേക്ക് അല്ലെങ്കിൽ നമ്മളെ തിന്മയിലേക്ക് എത്തിക്കുന്ന, വ്യഭിചാരം പോലെ തിന്മയിലേക്ക് എത്തിക്കുന്നതാണ്. ഒന്നാമത്തെ ഗൗരവമുള്ള കാര്യമാണ്, അത് കാത്ത് സംരക്ഷിക്കണം. രണ്ടാമത് നമ്മുടെ ചിന്തകളാണ്, തോന്നലുകളാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിക്കൊള്ളുന്നില്ല. നമ്മൾ വിചാരിക്കും എന്റെ ചിന്തയല്ലേ, വിട്ടുകളഞ്ഞേക്കാം. പക്ഷെ അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എത്തിക്കുന്നത് വലിയ അപകടത്തിലായിരിക്കും. അടുത്തത് ഇനി ലഫ്ലാത്തുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.